ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർസ് കിച്ചൺ. എൻ്റെ പേര് സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കേരം തിങ്ങും കേരള നാടെന്ന് പറഞ്ഞാൽ മറുനാട്ടുകാർ ഇങ്ങനെ തിരുത്തും: അപ്പങ്ങളുടെ നാടാണ് കേരളം. കാരണം മറ്റൊന്നുമല്ല, ഒരു 100 അപ്പങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. രുചി പോലെ തന്നെ കാണാനും സുന്ദരന്മാരാണ് എല്ലാ അപ്പങ്ങളും. അപ്പത്തിന് ലോകം മുഴുവൻ ആരാധകരാണ്. ഇന്ന് നമുക്ക് വെറും 2 ചേരുവകൾ കൊണ്ട് അപ്പം ചുടാം. പച്ചരിയും അവിലും മാത്രം മതി. 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ അപ്പം രുചിയിലും കേമനാണ്. അതെങ്ങനെയാണെന്നറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാലോ. അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിയാണ്. സാധാരണ പച്ചരി. അത് ഒരു 5 മണിക്കൂർ കുതിർത്തിട്ടിട്ടുണ്ട്. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്തിടണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായ അപ്പം നമുക്ക് കിട്ടുള്ളൂ. ഇത് 1 കപ്പാണ് എടുത്തത്. ഇതാണ് മെഷർമെൻറ്റ് കപ്പ്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടെ കഴുകണം. ഞാനിത് കുതിർക്കുന്നതിന് മുന്നേ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി മാത്രം കഴുകിയാൽ മതി. അപ്പോൾ അരി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവിലാണ്. വെളുത്ത അവില്, വളരെ നേരിയ അവിലാണ് വെളുത്ത അവിലെന്ന് പറയുന്നത്. അത് അതേ മെഷർമെൻറ്റ് കപ്പിന്, നമ്മൾ ആദ്യം അളന്നെടുത്ത കപ്പില്ലേ, അതിന് 1/2 കപ്പാണ് എടുത്തത്. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇത്രയും മതി. ഒരു 2 മിനിറ്റ് ഇതുപോലെ കിടക്കട്ടെ വെള്ളം ഒഴിച്ചതിന് ശേഷം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻറ്റും ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ അരി ചേർത്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ അവിൽ കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിനാവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളത്തിൻ്റെ ലെവൽ എത്രയാണെന്ന് പറയാം. നമ്മുടെ ഈ അരിയുടെ ലെവലിൽ നിന്നും ഇത്തിരി നമ്മുടെ കൈയുടെ ഇത്രയും താഴ്ന്നിട്ടായിരിക്കണം വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും കിടക്കേണ്ടത്. കൂടുതലായി പോവരുത്. അതായത് അരിയിൽ നിന്നും എപ്പോഴും വെള്ളത്തിൻ്റെ ലെവൽ താഴ്ന്നു കിടക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരി നന്നായി അരച്ചു കഴിഞ്ഞു. നല്ല സ്മൂത്തായിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഒട്ടും തന്നെ തരിയൊന്നും പാടില്ല. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പത്തിൻ്റെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചുടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് ഈ അപ്പം. നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. നമ്മുടെ ദോശക്കുള്ള മാവിനെക്കാട്ടിയും ഇത്തിരി ഒന്ന് കട്ടി കൂടിയിരിക്കണം. ദോശ മാവിൻ്റെ അത്രയും ലൂസ് ആവരുത്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പം ചുടാനുള്ള ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞു. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മുടെ ഈ അപ്പം ഒന്ന് മുങ്ങി നിൽക്കാൻ മാത്രം. അപ്പം അതിനുശേഷം ഫ്ലെയിം കൊടുക്കേണ്ടത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിം കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം നല്ലപോലെ പൊങ്ങി വരില്ല. അതിനുശേഷം നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ അപ്പത്തിൻ്റെ മാവിൽ നിന്നും ഒരു തവി മാവ് എടുത്തിട്ട്, ഒരു ഫുൾ തവി എടുക്കണ്ട, ഒരു 3/4 ഭാഗത്തോളം തവി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കഴിയുമ്പോഴത്തേക്കും ഈ അപ്പം ഇങ്ങനെ പൊന്തി വന്നോളൂ. അപ്പം പൊങ്ങി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ തിരിച്ചിട്ട് ആ ഭാഗം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാവണം. തിരിച്ചിട്ട ഭാഗവും കുക്കായി കഴിഞ്ഞു. 1 മിനിറ്റ് മതി തിരിച്ചിട്ട ഭാഗം കുക്കായി വരാൻ വേണ്ടിയിട്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതാ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അപ്പാണിത്. അപ്പോൾ ആദ്യത്തെ അപ്പം ഞാൻ ചുട്ട് കഴിഞ്ഞു. അത് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ മുട്ടയപ്പങ്ങൾ ഞാനിപ്പോൾ ചുട്ടുകൊണ്ടേ ഇരിക്കുവാണ്. 3 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണിപ്പോൾ. ഇത് നല്ല ചിക്കൻ കറീൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്.
പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഓൺലി 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ അരച്ച് ചുടാൻ പറ്റിയ കണ്ണൂർക്കാരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൻ്റെ പല വേർഷൻസും ഉണ്ട്. മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നതുണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് മുട്ട ചേർക്കാതെ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സിമ്പിളായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി റിലേറ്റീവ്സുമായൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.